എൻ്റെ വാപ്പയുടെ കുടുംബത്തിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് കണ്ടു, എത്ര പേര് കണ്ടില്ല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വാപ്പയുടെ കുടുംബം എന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതിനേക്കാട്ടിലുപരി ഭയങ്കരമായിട്ട് മതപരമായിട്ട് മതത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അറിവ് വെച്ചിട്ട് അവരിൽ ഒരാൾ പോലും എത്രമേൽ അസുഖമാണെങ്കിൽ പോലും ഒരു റക്അത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത ആൾക്കാരാണ്. ഇത്രമേൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർ മതവിശ്വാസികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും അവർക്ക് ഞാൻ വരയ്ക്കുന്നത് ഒരു വിഷയമല്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവളുടെ ജോലിയല്ലേ, അവളുടെ വരുമാനമല്ലേ, അത് അവൾ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരാണ് എൻ്റെ വാപ്പയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത്. അവർ ഞാൻ പറഞ്ഞല്ലോ, മതപരമായിട്ട് വിശ്വാസികളായതുകൊണ്ട് അവർ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ ഖബറിൻ്റെ അകത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ ശരി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണോ അത് ഞാൻ തന്നെ അനുഭവിക്കും, അല്ലാതെ ആരും വരൂല, അതുകൊണ്ട് അവളെ ഉപദേശിക്കണ്ട, അല്ലെ മറ്റൊരാൾ എന്ന് വെച്ചാൽ സ്വന്തം മതത്തെ വിശ്വസിക്കുകയും ചെയ്യുന്ന അതേപോലെ തന്നെ മറ്റൊരാളെ ബഹുമാനിക്കാനും പഠിക്കുന്ന ആൾക്കാർ എന്ന് തന്നെ പറയാം. എനിക്ക് എൻ്റെ വാപ്പ കുടുംബത്തെ പറ്റി എപ്പോഴും പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. കാരണം ഉമ്മ കുടുംബവും വിശ്വാസികളാണ്. ആ വിശ്വാസം കുറച്ച് തലക്ക് മൂത്തത് കൊണ്ടാണ് എന്നെ ആരും വീട്ടിൻ്റെ പരിസരത്തേക്ക് പോലും കയറ്റാത്തതും അവർക്ക് ഞാൻ ചെയ്യുന്നത് ഹറാമായിട്ടും ഹലാലല്ലാത്ത പൈസ ആയിട്ടും ഒക്കെ തോന്നുന്നതും. അപ്പം എൻ്റെ ജോലിയിലൂടെ എനിക്ക് കിട്ടുന്നത് ഹലാലല്ലാത്ത പൈസയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിപ്പം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ എൻ്റെ വാപ്പയുടെ പെങ്ങളുടെ മകൻ്റെ വൈഫ് ഹൗസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇതേപോലെയുള്ള ആൾക്കാരാണ്. അവരെന്ന് വെച്ചാൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് വരെ ആയിരുന്നു അമ്മേൻ്റെ മോൻ്റെ മദറിലോ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ മതം ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പോലും എൻ്റെ ജോലിയാണ്, എൻ്റെ വരുമാനമാണ്, അല്ലെങ്കിൽ അതവളുടെ ഒരു കഴിവാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ വരയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു, എല്ലാത്തിനെയും നീ തരണം ചെയ്ത് പോരുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കും, അത്രമേൽ വിശ്വാസികളാണെങ്കിൽ പോലും അവരെന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു താങ്ങായിട്ട് നിൽക്കുമ്പം എത്രമാത്രം സന്തോഷമാണെന്നറിയാമോ. എൻ്റെ അമ്മായിയൊക്കെ എന്ന് വെച്ചാൽ അത്രയും ഒരു പാവാടോ, ഒരു മനുഷ്യനൊരു ദ്രോഹിക്കാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണെങ്കിൽ പറയൂലേ, നീ ആ ഒരു വര നിർത്തിക്കാൾ, അത് നമുക്ക് നല്ലതല്ല, ഒന്നും എന്നോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറയുന്നത് അത് നിൻ്റെ തൊഴിലാണ്, അത് ആ തൊഴിലായിട്ട് നീ കണക്കാക്കുക, അത് നിൻ്റെ വരുമാനമാണ്, അത് നിൻ്റെ കഴിവാണ് എന്ന് പറയുന്ന അവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അത്രമേൽ വിശ്വാസം അവർക്കുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും അവരെന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരു സമയത്ത് പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നീ കൃഷ്ണനല്ലേ വരയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട് എന്നെ അകറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ വാപ്പ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. പക്ഷെ എൻ്റെ ഉമ്മ കുടുംബത്തിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കൂല, അവരാരും എന്നെ കണ്ടാൽ മിണ്ടൂല, അവരുടെ ആരെയും വീട്ടിലേക്ക് എന്നെ കയറ്റൂല. അങ്ങനെയാണ്. അപ്പം ഉമ്മ കുടുംബവും വാപ്പ കുടുംബവും ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞതാണ്. അപ്പം അവരൊക്കെ എന്നെ അംഗീകരിക്കുമ്പം, എന്നെ കുറ്റപ്പെടുത്താതിരിക്കുമ്പം ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളടുത്ത് പങ്കുവെക്കണം തോന്നി. അത്രയേ ഉള്ളൂ. ഓക്കെ.